ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രുതി വീരാനോട് ചെന്ന് പറയുന്നുണ്ട്, ഇളയമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലാണ്, എത്രയും പെട്ടെന്ന് ഇളയച്ചൻ ചെല്ലണമെന്ന് പറഞ്ഞെന്ന്. ആര് പറഞ്ഞെന്ന് ചോദിക്കും. അവർ ആൻറ്റിയാണ് വിളിച്ചിരുന്നത്. ഇപ്പം ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഇളയമ്മ ഹോസ്പിറ്റലിലുണ്ട്, ആൻറ്റി മാത്രമുള്ള കൂട്ടിന് ഇളയച്ചൻ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് കയറാൻ പറഞ്ഞെന്ന് പറയും. ഇളയമ്മയോ അതാരാന്ന് ഉടനെ വീരാൻ ചോദിക്കുന്നുണ്ട്. ഇളയച്ചൻ്റെ ഭാര്യയല്ലേ ഇളയമ്മ, ആ ഇളയമ്മയുടെ അനിയത്തിയാണ് വിളിച്ചത്, ആൻറ്റി എന്നെ വിളിച്ച് പറഞ്ഞെന്നൊക്കെ ചോദിക്കും. എൻ്റെ ഭാര്യയോ, എൻ്റെ ഭാര്യയ്ക്ക് എന്നാ പറ്റി എന്ന് വീരാൻ ചോദിക്കുന്നുണ്ട്. ആൻറ്റിക്ക് അല്ല, ഇളയമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞെന്ന് പറയും. ഞാൻ അവളെ രാവിലെയും വിളിച്ചതാണല്ലോ എന്ന് വീരാൻ പറയുന്നുണ്ട്. രാവിലെ വിളിച്ചോ എന്ന് സച്ചി എടുത്ത് ചോദിക്കും. അന്നേരം വീരാന് പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഉടനെ വീരാൻ പറയും, അതല്ല, രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു, പക്ഷേ കിട്ടിയില്ല, അതുകൊണ്ട് വയ്യാത്തതുകൊണ്ടായിരിക്കും കിട്ടാതിരുന്നതെന്ന് പറയും. എന്നാൽ എത്രയും പെട്ടെന്ന് ഇളയച്ചൻ എഴുന്നേറ്റ് വാ, ഒരുങ്ങി പോകണ്ടേന്ന് ചോദിച്ച് ശ്രുതി അവിടെ നിന്ന് വീരാനെ പതുക്കെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം വീരാൻ പറയുന്നുണ്ട്, അതല്ല, ഞാൻ പറഞ്ഞത് പ്രമാണിച്ച് ഇവർ മട്ടൻ ചാപ്സും മട്ടൻ ഫ്രൈയും മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതൊക്കെ കഴിച്ചേച്ച് നാളെ പോയാൽ പോരെന്ന് ചോദിക്കും. നാളെ പോയാൽ പറ്റത്തില്ല, ഇന്ന് തന്നെ പോകണം, എന്നാലേ ഹോസ്പിറ്റലിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെല്ലണമെന്നാണ് പറഞ്ഞെന്ന് പറയും. എന്നാൽ പോകാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ശ്രുതി വീരാൻ്റെ കാലിൽ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വീരാൻ പെട്ടെന്ന് നെഞ്ചിന് പൊത്തി പിടിച്ചു അയ്യോ എന്ന് പറഞ്ഞ് കാറും. എന്നാ പറ്റി എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അല്ല, വൈഫിന് അസുഖമാണെന്ന് കേട്ടപ്പോഴത്തേനും ഒരു ഹൃദയത്തിലൊരു വേദന, അപ്പോൾ അത് വെച്ചാന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി പറയും, എന്നാലും ഇന്ന് തന്നെ പോകണമായിരുന്നു, ഇത്രയും സാധനങ്ങളൊക്കെ കറി വെച്ചതെല്ലാം ഇളയച്ചൻ വരുന്നത് പ്രമാണിച്ചായിരുന്നു, അപ്പോൾ ഇതൊക്കെ കഴിച്ചേച്ച് നാളെ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സച്ചിയും പറയും, മതി, അത് തന്നെയാണ് നല്ലത്, നാളെ പോയാൽ മതി എന്ന് പറയും. ശ്രുതി പക്ഷേ സമ്മതിക്കുന്നില്ല. പറ്റില്ല, ഇപ്പം തന്നെ പോകണം, ഇപ്പം വിട്ടാലേ ഫ്ലൈറ്റ് കിട്ടത്തുള്ളൂ, ഞാൻ ഇപ്പം തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോയേക്കാം അല്ലേ എന്ന് പറഞ്ഞ് വീരാൻ എഴുന്നേറ്റ് ഒരുങ്ങാനായിട്ട് അങ്ങ് പോകും. ഇതിനിടെ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ശ്രുതിയോട് പറയും, ഞാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേന് ശ്രുതി ചോദിക്കും, അയ്യോ ഇളയച്ചൻ ഇപ്പോഴേ പോവുകയാണോ, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരുന്നു. അപ്പോൾ ശ്രുതി പറയും, പറ്റില്ല ശ്രുതി, ഇപ്പം തന്നെ പോകണം, ഇളയമ്മയ്ക്ക് വയ്യെന്നുള്ള ഫോൺ കോൾ വന്നു, അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വാ ഇളയച്ച വാ ഒരുങ്ങെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വീരാനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പം ചന്ദ്രമതി അങ്ങ് പോകണ്ട എന്നുള്ള പരുവത്തിൽ നിൽക്കുമ്പോഴത്തേന് അച്ചമ്മ വഴക്ക് പറയുന്നുണ്ട്. അയാളുടെ ഭാര്യയ്ക്ക് വയ്യാതാന്ന് വിളിച്ച് പറഞ്ഞിട്ടല്ലേ അയാൾ പോകുന്നത്, അപ്പം പോയിട്ട് വരട്ടെന്ന് പറയും. എന്നാൽ പിന്നെ പോയിട്ട് വരാം എന്ന് പറഞ്ഞാണ് വീരാൻ ഒരുങ്ങാനായിട്ട് പോകുന്നത്. വീരാൻ ഒരുങ്ങി കഴിയുമ്പോഴത്തേന് ശ്രുതി ആ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് വീരാൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ, നാളെ പോയാൽ പോരെന്ന്. അതൊന്നും പറ്റത്തില്ല, താൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോഴത്തേന് വീരാൻ ചോദിക്കും, എൻ്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതിന് ജോഷി സാർ എന്ത് പറയും എന്നൊക്കെ പറയും താൻ ചെന്ന് എൻ്റെ കൂട്ടുകാരിയെ കണ്ടാൽ മതി, അപ്പോൾ കൂട്ടുകാരി തനിക്കുള്ള ചാൻസൊക്കെ മേടിച്ച് തന്നോളൂ എന്ന് പറയും. ആണോ, എന്നാൽ ഞാൻ പോവാമെന്ന് പറയും. എന്നാലും എനിക്ക് അഭിനയിച്ച് അങ്ങോട്ട് കൊതി തീർന്നില്ലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് ഓരോരുത്തരോടായിട്ട് എന്ന് പോവുകയാണെന്ന് യാത്ര പറയുന്നുണ്ട്. സച്ചിയുടെ അടുത്ത് വന്ന് യാത്ര പറയുമ്പോഴത്തേന് പറയും, സച്ചി ഇനി ശ്രുതിക്ക് ഇതുപോലെ മദ്യമൊന്നും കൊടുക്കല്ലോ കേട്ടോ, ഇഷ്ടമില്ലെങ്കിൽ കുടിപ്പിക്കണ്ട എന്ന് പറയുമ്പോഴത്തേന് സച്ചി വീരാനെ തല്ലാൻ ചെല്ലുന്നുണ്ട്. എല്ലാവരും കൂടെ പിടിച്ചൊക്കെ മാറ്റും, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ശ്രുതി പറയും, എന്നാൽ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് വണ്ടിയെ കാറെ കൊണ്ടുവിടാനായിട്ട് പോകുന്നുണ്ട്. അയാൾ പോയി കഴിയുമ്പോഴാണ് ശ്രുതിക്ക് ശ്വാസം വീഴുന്നത്. ശ്രുതി നിന്ന് ആശ്വസിച്ച് നിൽക്കുന്നതൊക്കെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ കള്ളത്തരം ഉണ്ടായിട്ടാണല്ലോ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ നോക്കി നിന്നിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. കാറിലിരിക്കുന്ന ബീരാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, മട്ടൻ ചാപ്സും മട്ടൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു, ഇതെല്ലാം കഴിച്ചേച്ച് നാളെ പോന്നാൽ മതിയായിരുന്നു, എന്നെ ചെയ്യാനാ പോരേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴത്തേന് ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷ പറയുന്നുണ്ട്, അച്ഛമ്മ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ബോറടിച്ചെന്ന്, ബോറടി മാറ്റാനായിട്ട് ഞാനൊരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നാളെ ആ പരിപാടിക്ക് വരണമെന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഒരു മത്സരമാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, നമുക്കങ്ങ് വീട്ടിൽ പോകാൻ രവിയേട്ടാന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. അപ്പോഴത്തേന് രവി പറയും, വേണ്ട, 2 ദിവസം കൂടെ നിന്നേച്ച് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേന് വർഷം ശ്രുതിയൊക്കെ പറയുന്നുണ്ട്, നമുക്കെന്നാൽ വീട്ടിൽ പോയേക്കാമെന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പോയാൽ മതിയെന്ന്. എന്തായാലും നാളെ ഒരു മത്സരം വെച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും അതിൽ പങ്കെടുക്കണം, പിന്നെ വിജയിക്കുന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. സമ്മാനമോ എന്ന് കേൾക്കുമ്പോഴത്തേനെ ശ്രുതി പറയും, കാശായിരിക്കും, എന്നാൽ ആ സമ്മാനം നമുക്ക് അടിച്ചെടുക്കണമെന്ന് ശ്രുതിയെ നോക്കി ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിക്കും അങ്ങ് സന്തോഷമാകും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഉറക്ക മത്സരമാണെങ്കിൽ അത് ഇവന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ശ്രുതിയെ കൈ ചൂണ്ടും.
അപ്പോൾ ശ്രുതിക്കും വർഷയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ശ്രീകാന്തിനെ നോക്കി പറയും ഓട്ടമത്സരമാണെങ്കിൽ ഇവനെ ആയിരിക്കും ഫസ്റ്റ്, എന്ന് വെച്ചാൽ ഓടി കല്യാണം കഴിച്ചവരല്ലേ ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും നല്ല രീതിയിൽ കളിയാക്കുന്നൊക്കെ ഉണ്ട് സച്ചി. അതന്നേരം രേവതി പറയും മിണ്ടാതിരിക്കുക, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ ചോദിച്ച് മിണ്ടാതിരുത്തിക്കുന്നൊക്കെ ഉണ്ട്. സച്ചിയുടെ 2 കൂട്ടുകാർ വന്ന് അച്ചമ്മയോട് പറയുന്നുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അച്ചമ്മയെ, എല്ലാവരും ഇനി നാളെ ഗ്രൗണ്ടിലേക്ക് അങ്ങ് വന്നാൽ മതിയെന്ന്. ശരിയെന്ന് അച്ചമ്മ സമ്മതിക്കുന്നുണ്ട്. ഞാൻ ഇവരെ എല്ലാം ഏർപ്പാട് ചെയ്തിരുന്നായിരുന്നു കാര്യങ്ങളെല്ലാത്തിനും വേണ്ടി, അവരതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, നാളെ നമുക്കപ്പോൾ ആ പരിപാടിക്ക് സ്ഥലത്തേക്ക് പോകണം എല്ലാവരും എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയാണ്. വർഷ പറയുന്നുണ്ട് നിങ്ങളുടെ സച്ചിയേട്ടൻ എപ്പോൾ വേണേലും നമ്മളെ അങ്ങ് ഇൻസൾട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും, ചെറിയൊരു ചാൻസ് കിട്ടിയാലും മതി, നമ്മളെ ഇൻസൾട്ട് ചെയ്താണ് പുള്ളിയുടെ പ്രധാന പരിപാടി, അതുകൊണ്ട് ഈ മത്സരത്തിൽ സച്ചിയേട്ടൻ ജയിക്കാൻ പാടില്ല എന്ന് പറയും. പിന്നെ രേവതി ചേച്ചി വേണം ജയിച്ചോട്ടെ, ചേച്ചി ഒരു പാവമാണ്, ചേച്ചിയോട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷേ സച്ചിയേട്ടൻ നിങ്ങളുടെ ചേട്ടൻ ജയിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പം ശ്രീകാന്ത് പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയൊരു കളിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ അവരങ്ങനെ സംസാരിക്കുന്നത് പുറത്ത് നിന്ന് അച്ചമ്മ കേൾക്കുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ മനസ്സിലോർക്കും വെച്ചിട്ടുണ്ടെന്നുള്ള പരുവത്തിൽ കേട്ടിട്ട് അങ്ങ് പോവും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ശ്രുതിയും കൂടെ സംസാരിക്കുന്നതാണ്. അന്നേരം ശ്രുതി പറയുന്നുണ്ട് എപ്പം നോക്കിയാലും സച്ചി നമ്മളെ അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്നു, നമ്മളെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും ശരിയാ, എന്നെ എപ്പോഴും അവനിങ്ങനെ കളിയാക്കുന്നുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ മത്സരത്തിൽ എന്തായാലും സച്ചിയും രേവതിയും ജയിക്കാനേ പാടില്ല, ഈ നമുക്ക് തന്നെ ജയം വേണമെന്നൊക്കെ പറയും. ഇതും അച്ചമ്മ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കിത് ജയിച്ചിരിക്കണം കേട്ടോ എന്ന് പറയും. അന്നേരം അച്ചമ്മ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ള പരുവത്തിൽ ഇങ്ങനെ നടന്നു പോകും. അന്നേരമാണ് പിന്നെ സച്ചിൻ രേവതിയും കൂടി ഇങ്ങനെ വർത്തമാനം പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ സച്ചി പറയും നാളത്തെ ഈ മത്സരത്തിന് നമുക്ക് വേണം ഫസ്റ്റ് അടിക്കാൻ എന്നൊക്കെ പറയും. ഉടനെ രേവതി പറയും അതെന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഫസ്റ്റ് കിട്ടുമോ സെക്കൻഡ് കിട്ടുമോ എന്നൊന്നും നോക്കണ്ട, പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയും. അത് ശരിയാ, അവരെന്തൊക്കെയായാലും നമ്മുടെ സഹോദരങ്ങളും ഭാര്യമാരും ഒക്കെ അല്ലേ എന്ന് സച്ചി പറയും. അന്നേരത്തേന് അച്ചമ്മ ഓർക്കുന്നുണ്ട് ഇവരുടെ മനസ്സിൻ്റെ ആ നന്മയും സ്നേഹവും ഒന്നും ഇവിടെ വേറെ ആർക്കും ഇല്ലല്ലോ എന്ന്. രാവിലെ എല്ലാവരും പോകാനായിട്ട് ഒരുങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ സമ്മാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചന്ദ്രമതി 2 മക്കളെയും വിളിച്ച് അവരുടെ ഭാര്യമാരെയും വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ മത്സരത്തിൽ നിങ്ങൾ എങ്ങനെയും ജയിക്കണം, സച്ചിൻ രേവതിയും ജയിക്കാൻ പാടില്ല എന്നൊക്കെ. അന്നേരം അതും അച്ചമ്മ ഇങ്ങനെ ജനലിംഗം നിന്ന് കേൾക്കുകയാണ്. അപ്പം മക്കളെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നതിനെക്കുറിച്ചാണ് അച്ചമ്മ ഇങ്ങനെ ഓർക്കുന്നത്. എന്നിട്ട് പറയും ഇവളെ എങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാകത്തില്ല, ഇതിനൊക്കെ ഒരു തക്ക മറുപടി കൊടുത്തിട്ട് തന്നെ വേണം ഇവളെ വിടാനെന്ന്. അന്നേരം സച്ചി ഈ രേവതിയും ജയിക്കരുതെന്ന് പറയുമ്പോഴത്തേന് ശ്രുതിയും പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ തന്നെ ഇതിൽ ജയിക്കുമെന്ന്. അപ്പോൾ ശ്രീകാന്തും വർഷയും പറയും അതിനെന്താ എന്നൊക്കെ പറയുമ്പോഴത്തേന് വർഷ പറയും രേവതി ചേച്ചി ജയിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊരു ചെറിയ മത്സരമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, നിങ്ങൾ 2 പേരും വേണം ജയിക്കാൻ, സച്ചിൻ രേവതിയും ജയിക്കുകയേ വേണ്ട എന്ന് തന്നെയാണ് ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എല്ലാവരും ഹാളിൽ വന്നു കഴിയുമ്പോഴത്തേന് അച്ചമ്മ പറയുന്നുണ്ട് എല്ലാവരെയും പക്ഷേ ഇങ്ങനെ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അങ്ങനെ വെച്ച് മത്സരിപ്പിക്കുന്നില്ല, 2 ടീമാക്കിയാണ് മത്സരിപ്പിക്കുന്നതെന്ന്. ടീമാക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പറയാം അതെ 2 ടീമാണ്, 2 ടീമിൻ്റെയും ക്യാപ്റ്റന്മാർ ഒരാൾ ചന്ദ്രമതിയും ഒരാൾ രവി ആയിരിക്കും എന്ന് പറയും. പിന്നെ ചന്ദ്രമതിയുടെ ടീമിലുള്ള ആരൊക്കെയാണെന്ന് വെച്ചാൽ ആമക്കൾ 3 പേരെ അങ്ങോട്ട് നീക്കി നിർത്തും, പിന്നെ പെൺപിള്ളേരെ എല്ലാവരെയും രവിയുടെ ടീമിലേക്ക് നിർത്തുന്നുണ്ട്. അന്നേരം ഇങ്ങനെയാണ് ടീം മത്സരം എന്ന് പറയും. അന്നേരത്തേന് ശ്രുതി പറയുന്നുണ്ട് ഈ ടീമിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് മാറ്റിയിട്ട് ശ്രുതിയെ ഇങ്ങോട്ട് ആക്കാവോ എന്ന്. ശ്രുതി ഒന്ന് പറയും ശരിയാ, എന്നെ ആ ടീമിലേക്ക് മാറ്റാവോ എന്നൊക്കെ ചോദിക്കും. അതൊന്നും നടക്കുകയില്ല, ഇങ്ങനെ തന്നെയാണ് ടീം, അതനുസരിച്ച് എല്ലാവരും മത്സരിച്ച് സമ്മാനം മേടിക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് അടി കിട്ടിയ പോലെ നിൽക്കുകയാണ് ചന്ദ്രമതി. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.